ഇങ്ങനെ അറിയാത്തവര് മിക്കവാറും കുറവായിരിക്കും. ഇങ്ങനൊരു സിനിമ സംവിധായകനാണ്, നടനാണ്, ഇങ്ങനെ പറയുന്ന കാര്യമുണ്ടല്ലോ. കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ നമ്മളൊക്കെ കൊണ്ടു നടന്ന ഒരു ശീലവും അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴത്തെ തലമുറ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. സംഗതി എന്താണെന്ന് കേട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറും 10,000 20,000 രൂപ മാസം ശമ്പളം ഉള്ളവരും 2-3 കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ? അതിനാണ് സാമ്പത്തിക അച്ചടക്കം എന്നുള്ളത്. ഇപ്പൊ എന്റെ അമ്മച്ചി എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടിക്കാലത്ത് 1/4 കിലോ വെളിച്ചെണ്ണ ആഴ്ച മേടിക്കുന്നത്. 1/4 കിലോ വെളിച്ചെണ്ണ. എന്നാൽ എല്ലാ കറിക്കും ടേസ്റ്റും ഉണ്ടാവും, വറക്കേണ്ടടുത്ത് വറക്കും, എല്ലാത്തിനും ഒരു കരുതലുണ്ടാവും. അതായത് ആഴ്ചയിൽ 2 കിലോ അരിയേ ഉണ്ടാവുള്ളൂ. 2 കിലോ അരിയായിരിക്കും, അത് ഒരു നാഴി കൂടില്ല. അങ്ങനെ വലിയൊരു അച്ചടക്കം അവർക്കുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് എത്ര അച്ചടക്കം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബീഫ് ഞായറാഴ്ച മാത്രമേ മേടിക്കുന്നത്. 1/2 കിലോ ഇറച്ചിയാണ് വീട്ടിൽ മേടിക്കുന്നത്. ഞായറാഴ്ച പള്ളിയിൽ നിന്ന് അപ്പൻ 1/2 കിലോ ഇറച്ചി മേടിച്ചോണ്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഏതാ അപ്പൻ ബീഫ് കൂട്ടില്ല, ബാക്കി എല്ലാവരും കഴിക്കും. പക്ഷേ ഈ 1/2 കിലോ ഇറച്ചി ഞാൻ അറിഞ്ഞുണ്ട് ഈ അതിന് ബിരുദക്കാരും ചിലപ്പോൾ കാണും, മുടിയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത്. അപ്പൊ അമ്മ ചിന്തിച്ചാൽ ചില ഉരുളക്കിഴങ്ങ് സവോളയും കൂട്ടിട്ട് ഒരു പെരളം കറി വെക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആ ചോറിന്റെ അറ്റത്ത് അമ്മച്ചി സ്നേഹം കൊണ്ട് ചില കരിഞ്ഞ ഒലത്തിറച്ചിയില്ലേ, തേങ്ങാക്കൊന്നോട് കൂടി ശകലം മൂലയ്ക്ക് വെച്ചേക്കും. ഏതാ തലേദിവസത്തിന്റെ ബാക്കിയാ. ഇന്നൊക്കെ അങ്ങനെയാണോ? ഇന്നൊക്കെ ഓരോരുത്തർ മേടിക്കും 4-5 കിലോ ഇറച്ചി ഒരാഴ്ച മേടിച്ചിട്ട് അങ്ങ് തിന്നുക. മറ്റേത് കൊതിക്കുന്ന ഒരു കാലമില്ലേ? ഈ കൊതിച്ച് ജീവിച്ചവരെല്ലാം അതിനോടൊരു വില കൽപ്പിക്കും. കൊതിക്കണം നമ്മൾ. എനിക്ക് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ ഏറ്റവും വലിയ പറയില്ല, ലഹരിക്കൊക്കെ അടിമയാണെന്ന് പറഞ്ഞത്. അവർക്കൊന്നും കൊതിയില്ല, എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എന്ത് കിട്ടും, ഇനിച്ച പുഴാൻ കിട്ടുമോ അല്ലെ പരാമർ കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കുന്ന എല്ലാം ഉണ്ടേ. എല്ലാം എന്താ കിട്ടാത്ത എല്ലാം ഷവർമ മറ്റേത് മറിച്ചത് എല്ലാവരും കുത്തിക്കയറ്റി കൊടുക്കും. അവിടെ നിന്ന് മറ്റേത് കാർഡ് മറ്റേത് മറിച്ചത് എല്ലാം കൊടുക്കുക. പിന്നെ എന്താണ് തൃപ്തി? ഇനി എന്ത് കിട്ടും, എനിക്ക് എന്തിനും പാമ്പിനെ കൊണ്ട് കൊതിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ. അതാണ് പ്രശ്നം, കൊതിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇല്ലായ്മ ഒരു വിധം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഏതെങ്കിലും കുട്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? വളരെ കുറവാണ്. അവർ സ്ട്രഗിൾ ചെയ്യണം. അവരുടെ അപ്പൻ്റെ അമ്മയുടെ വിഷമം കണ്ടവൻ ജീവിക്കുക. മറ്റേ എല്ലാമായി. അപ്പം പാവം ഗൾഫിൽ കഷ്ടപ്പെട്ട് കാശ് അയച്ചു കൊടുക്കുന്നു, അമ്മയ്ക്ക് ഇവിടെ ജോലി ഉണ്ടാവും, അത് കിട്ടുന്നു. എന്നിട്ട് ഇവന്റെ മൊബൈലിൽ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു.